الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا رب اشرح لي صدري ويسر لي أمري
വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരമാവധി മുഅ്മിനായി, മുത്തഖിയായി, അതോടൊപ്പം മുവഹിദായി ജീവിക്കുവാനും സ്വർഗാവകാശിയായി മരിച്ചു പോകാനും സർവലോക സിട്ടാവ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കരയിലും കടലിലുമായി കോടാനുകോടി ജീവജാലങ്ങളാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ അധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മ ജീവിയായ അമീബ മുതൽ ഏറ്റവും വലിയ ജീവിയായ നീല തിമിംഗലം വരെയുള്ള ആ ജീവജാലങ്ങൾക്കിടയിൽ അല്ലാഹു മനുഷ്യനെ പ്രത്യേകമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അവന്റെ ആകാരമായിരുന്നാലും രൂപമായിരുന്നാലും സൗന്ദര്യമായിരുന്നാലും മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും അവൻ തികച്ചും വ്യത്യസ്തനാണ്. അതോടൊപ്പം മറ്റുള്ള ജീവജാലങ്ങൾക്കില്ലാത്ത വിശേഷ ബുദ്ധി മനുഷ്യർക്കാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞു. വലഖദ് കറംനാ ബനി ആദമ, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം അവനെ വഹിച്ചിരിക്കുന്നു. വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്, നല്ല നല്ല ഭക്ഷണങ്ങൾ, സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ നാം അവന് നൽകിയിട്ടുണ്ട്. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ, നാം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെക്കാളും മനുഷ്യരെ ഞാൻ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, മറ്റുള്ള ജീവജാലങ്ങൾക്കില്ലാത്ത ബഹുമാനവും ആദരവും പരിഗണയും നൽകപ്പെട്ട നമ്മൾ ആ ആദരവും ആ ബഹുമാനവും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ജാതി മത വർണ്ണവർഗങ്ങൾക്ക് അതീതമായി മനുഷ്യൻ എന്നുള്ള പവിത്രതയും മാന്യതയും കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ജാതി നോക്കണ്ട, വർണ്ണം നോക്കണ്ട, ഭാഷ നോക്കണ്ട, ദേശം നോക്കണ്ട, അതിന് അതീതമായി മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണണം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വിവിധമായിട്ടുള്ള ഗോത്രങ്ങളും കുടുംബങ്ങളും സമൂഹങ്ങളും വംശങ്ങളുമാക്കി മാറ്റിയത് കലഹിക്കാനല്ല, ഏറ്റുമുട്ടാനല്ല, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാനല്ല, ലിതആറഫു, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, പടച്ച തമ്പുരാന്റെ അടുക്കൽ വർണ്ണം നോക്കിയിട്ടല്ല, അതുപോലെ തന്നെ മറ്റുള്ള ഭൗതികമായിട്ടുള്ള കണ്ടീഷൻസ് നോക്കിയിട്ടല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഭക്തി കാണിക്കുന്ന ആരാണോ അവനാണ് ഏറ്റവും ഉന്നതൻ. ഇന്ന വംശത്തിൽ, ഇന്ന ഗോത്രത്തിൽ, ഇന്ന ഗ്രൂപ്പിൽ, ഇന്ന വിഭാഗത്തിൽ ആയി എന്നതുകൊണ്ട് പടച്ച തമ്പുരാന്റെ അടുക്കൽ യാതൊരു പരിഗണനയുമില്ല.
ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, പടച്ച തമ്പുരാന് ആരാണോ നന്നായി പേടിക്കുന്നത്, സൂക്ഷ്മമായി കൊണ്ട് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ആര് ജീവിക്കുന്നുവോ അവന് മാത്രമാണ് പരിഗണന എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സമ്പത്തായാലും അഭിമാനമായാലും ജീവനായാലും രക്തമായാലും എല്ലാത്തിനും അള്ളാഹു പവിത്രത നൽകിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ആദരിക്കുന്ന കഅബാലയം മുസ്ലിങ്ങളുടെ കിബ്ലയാണ്. ഏതേത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാലും ലോക മുസ്ലിങ്ങൾ തന്റെ നമസ്കാരത്തിന് തിരിഞ്ഞ് കിബ്ലയാക്കിയിട്ടുള്ള കഅബാലയമില്ലേ, ആ കഅബാലയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എത്ര ആദരണീയമാണ്. കോടാനുകോടി വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാന് ഇബാദത്തെടുക്കുവാൻ നിന്നിലേക്കാണ് തിരിഞ്ഞു നിസ്കരിക്കുന്നത്. പക്ഷേ പരിശുദ്ധ കഅബാലയമേ, പരിശുദ്ധ ഹറാമേ, നിന്നേക്കാളും പവിത്രതയേറിയത് ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യന്റെ അഭിമാനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രസംഗമായിട്ടുള്ള ഹജ്ജത്തുൽ വിദാഇൽ ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഗ്റാലുക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വ ശഅരിക്കും ഹാദാ വ ബലദിക്കും ഹാദാ. ഈ ദിനമില്ലേ, ദുൽഹജ്ജ് മാസത്തിനില്ലേ, പവിത്രതയുള്ള ദുൽഹജ്ജ് മാസത്തിനും അതുപോലെ തന്നെ മക്കയും കഅബാലയും ഉൾക്കൊള്ളുന്ന നാടിനും ഈ രാജ്യത്തിനും നിങ്ങൾ നൽകുന്ന ആ പവിത്രതയില്ലേ, ഒരാളുടെ ജീവന് നൽകണം, ഒരാളുടെ അഭിമാനത്തിന് നൽകണം, ഒരാളുടെ സമ്പത്തിന് നൽകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന് മുമ്പേ നമ്മെ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, നമ്മൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കണം. എല്ലാവരെയും ഒരേപോലെയല്ല സൃഷ്ടിച്ചത്. ഒരു ഉമ്മ പറ്റ മക്കൾ പോലും വ്യത്യസ്തമാണ്. അവന്റെ വർണ്ണമായാലും ബുദ്ധിയായാലും ആരോഗ്യമായാലും തൊഴിലായാലും സ്വഭാവമായിരുന്നാലും ഒരു ഉമ്മയുടെ മക്കൾ പോലും ഒരാൾക്ക് അർത്ഥയിക്കാരോ, ഒരാൾ വെളുത്തയിക്കാരോ, ഒരു മന മക്കളിക്കാരോ, ഒരാൾ നല്ല സ്വഭാവിക്കാരോ, ഒരാൾ കടിച്ചു തീർന്ന കാട്ടാളന്മാരെ പോലെ ആയിരിക്കും. അത് മനുഷ്യന്മാരുടെ സ്വഭാവം. വൈജാത്യങ്ങള്, വൈവിധ്യങ്ങള്, വ്യത്യാസങ്ങള് മനുഷ്യ സഹജമാണ്. നാം ഈ വൈജാത്യങ്ങളും വ്യത്യസ്തങ്ങളും അള്ളാഹു നൽകിയത് എന്താണ്? അള്ളാഹുന്റെ ദൃഷ്ടാന്തം എന്ന നിലയിലാണ്. വമിൻ ആയാതിഹി ഇഖ്തിലാഫി അൽസിനതുകും വ അൽവാനികും, നിങ്ങളുടെ ഭാഷ മാറിയത്, നിങ്ങളുടെ വർണ്ണം മാറിയത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, നിങ്ങളുടെ വർണ്ണമില്ലേ, നിങ്ങളുടെ ഭാഷയില്ലേ, നിങ്ങളുടെ സ്വഭാവമില്ലേ, ഇത് മാറി എന്നുള്ളത്, വ്യത്യസ്തമായി എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എല്ലാം തികഞ്ഞവരില്ല, പരിപൂർണരായിട്ടുള്ള ആരുമില്ല. 100% ഓക്കെ ആയ ആളുകൾ ഒരാളും മനുഷ്യരുടെ കൂട്ടത്തിലില്ല. എന്തെങ്കിലും ഒരു ദുർബലത, എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഇല്ലാത്ത ഒരാള് മനുഷ്യരുടെ കൂട്ടത്തിൽ കണ്ടെത്താനാകില്ല. ദുർബലനായി കൊണ്ടാണ്. എന്തെല്ലാം ശക്തിയും പ്രതാപവും സാമ്പത്തിക പിൻബലമുണ്ടായാലും അവന്റേതായിട്ടുള്ള ബലഹീനത ഞമ്മക്കുണ്ട്, മനുഷ്യന്മാർക്കുണ്ട്. ഒരാളും അഹങ്കരിക്കേണ്ടതില്ല, മറ്റൊരുത്തനെ ഇകഴ്ത്തേണ്ടതില്ല, മറ്റൊരുള്ള അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കേണ്ടതില്ല. തെറ്റില്ലാത്ത, കുറ്റമില്ലാത്ത, പാപമില്ലാത്ത, കുറവില്ലാത്ത ഒരാളില്ല. കുല്ലു ബനി ആദം ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബുൻ. ആദമിന്റെ സർവ്വ മക്കളും പാപികളാ, തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. തെറ്റ് ചെയ്യുന്ന ആദമിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്യുന്ന, പശ്ചാത്തപിക്കുന്ന ആളുകളാണ് ആദമിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ തെറ്റുണ്ടെങ്കിൽ അപാകതകളും ന്യൂനതകളും പോരായ്മകളും മനുഷ്യ സഹജമാണെന്ന, നമ്മുടെ ആത്മാവിന് എപ്പോഴും തെറ്റ് ചെയ്യാൻ ഒരു വാഞ്ച, ഒരു പ്രേരണ ഉണ്ടാവുന്ന, തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ നമ്മുടെ മനസ്സിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കും. സാഹചര്യം കിട്ടിയാൽ, സന്ദർഭം കിട്ടിയാൽ തെറ്റുകാരായി മാറും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു പെണ്ണും ആണും, അന്യമായിട്ടുള്ള ഒരു പെണ്ണും ആണും ഒരിക്കലും ഒറ്റക്കാകരുത്. മൂന്നാമനായി പിശാച് വരും. ഹജ്ജായിരുന്നാൽ പോലും, ഉംറ യാത്രയായിരുന്നാൽ പോലും മഹ്റമില്ലാത്ത, കല്യാണം കഴിക്കാൻ പറ്റാത്ത, അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടെയില്ലാതെ യാത്ര ചെയ്യരുത്. സഹോദരങ്ങളെ, മനുഷ്യന്റെ സ്വഭാവമാണ് എപ്പോഴാണ് പൈശാചികമായ ചിന്താതികൾ പുറത്തേക്ക് വരിക എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അവസരം കിട്ടിയാൽ തെറ്റ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിലുള്ള സാഹചര്യമാണ്. അതിന് ഉപരിയായി കൊണ്ട് തെക്കുകയും പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധവും ഉണ്ടെങ്കിൽ, ഏത് സാഹചര്യം ഉണ്ടെങ്കിലും തെറ്റിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുവാൻ അവന്റെ തെക്കുവാ ബോധം അവന് ശക്തിയേകുന്ന. അതുകൊണ്ട് ആരും വല്ലാതെ പരിഹസിക്കാൻ പോണ്ട, ആരും വല്ലാതെ കോടർ ബന്ധിക്കാൻ പോണ്ട, ആരും ട്രോളാൻ പോകണ്ട. വലാ തുസക്കു അൻഫുസകും, നിങ്ങളെ വല്ലാതെ പൊന്തിച്ച് പറയണ്ട. ഖുർആൻ പറയാ, നിങ്ങളെ വല്ലാതെ പൊന്തിച്ച് പറയണ്ട. എല്ലാം തികഞ്ഞ ഒരു ഞാനാണെങ്കിൽ അങ്ങനെ വികാരം, ഇങ്ങനെ ആവൂല, പള്ളി കമ്പനിട്ട് ഏൽപ്പിച്ചോളി, പള്ളിയൊക്കെ ഞങ്ങൾ അങ്ങനെ ആക്കും, ഒന്നും നിങ്ങൾ പറയണ്ട. എല്ലാം തികഞ്ഞവരില്ല. മനുഷ്യ സഹജമായിട്ടുള്ള കുറവുകളും ന്യൂനതകളും പോരായ്മകളും എല്ലാവർക്കും ഉണ്ട് എന്നുള്ള വസ്തുത സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി മആഫൻ ഇല്ലൽ മുജാഹിരീൻ. തെറ്റ് ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു മാപ്പ് നൽകും, അത് പരസ്യപ്പെടുത്താത്ത ആളുകൾക്കൊഴികെ. തെറ്റ് മനുഷ്യ സഹജമാണ്. ആ തെറ്റ് ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി, റീച്ചിന് വേണ്ടി, ഫോളോവേഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അള്ളാഹു പുറത്തിരൂല. ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും സിട്ടാവും തമ്മിലുള്ള ബന്ധം പടച്ച തമ്പുരാന്റെ മുമ്പിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്നുള്ള ദൃഢ നിശ്ചയത്തോടുകൂടി തൗബ ചെയ്താൽ ശിർക്ക് വരെ, അള്ളാഹു പൊറുക്കപ്പെടാത്ത മഹാപാതകമായ കൊടും ശിർക്ക് വരെ നമ്മൾ പശ്ചാത്തപിച്ചുകൊണ്ട് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ഞാൻ പലിശ വാങ്ങില്ല, ഞാൻ ശിർക്ക് ചെയ്യില്ല, ഞാൻ കൂടോത്രവും അതുപോലെ തന്നെ മറ്റുള്ള ഹറാമിലേക്കും ഞാൻ പോകൂല എന്ന് നിശ്ചയിച്ചാൽ അള്ളാഹ് നമുക്ക് പുറത്തു വരും. ഇന്ന് തെറ്റ് ചെയ്യുന്നതിനേക്കാളും പബ്ലിസിറ്റിക്ക് വേണ്ടി, റീച്ചിന് വേണ്ടി ലോകം ഊർജുറ്റുന്ന സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്ന ആനുകാലിക പശ്ചാത്തല, റീച്ച് നൽകുന്ന അവസ്ഥ, ജീവൻ എടുക്കുന്ന അവസ്ഥ, മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ത്രീ, നമ്മുടെ പെൺകുട്ടികൾ കാട്ടിക്കൂട്ടുന്ന പോക്കിരിത്തങ്ങൾ, കോപ്രായത്തങ്ങള്, ബെഡ്റൂമിൽ വരെ ക്യാമറ, ആദ്യ രാത്രി വരെ, ഫസ്റ്റ് നൈറ്റ് വരെ ചിത്രീകരിക്കാൻ ഉളുപ്പില്ലാത്ത, ലജ്ജയില്ലാത്തവന്റെ പിറകിൽ ആല് മുളച്ചാലും അതും തണല് എന്ന് പറഞ്ഞ പോലെ അവസ്ഥ. ആലോചിച്ച് നോക്കി. തെറ്റ് ചെയ്യാത്ത ഒരാളില്ല. ഒരാളെ പിന്നാലെ ഫോക്കസ് ചെയ്ത്, ടോർച്ച് ചെയ്ത് പിൻപറ്റാൻ ഒരാളെയും നമ്മെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ആനുകാലിക പശ്ചാത്തലത്തിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഗുണകാംക്ഷയുള്ള, സ്നേഹമുള്ള, പൊതുബോധമുള്ള, മാനുഷിക പരിഗണനയുള്ള ഒരാള് അയാളോടാ പറയേണ്ടത്. ഞാനൊരു തെറ്റുണ്ട്, തെറ്റ് കണ്ടാല് എന്നോട് സ്വകാര്യമായിട്ട് പറയാൻ വേണ്ടത്.
അത് തിരുത്താനുള്ള സാഹചര്യം ശ്രമിക്കുന്നതിന് പകരം വീഡിയോ ആക്കി തനിക്ക് വേണ്ട രൂപത്തിൽ എഡിറ്റ് ചെയ്ത് ലക്ഷങ്ങൾ, കോടികൾ, മില്യണിലേക്ക് എത്തിക്കുന്ന കഥകൾ നമ്മൾ കേൾക്കൊണ്ടിരിക്കുകയാണ്. അവൻ ചെയ്ത പാപത്തിന്റെ ഫലം തടവറയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ ചേർത്തി വായിക്കേണ്ടതാണ്. എല്ലാവർക്കുമുള്ള പാഠം. എന്തിനേറെ പറയുന്നു, ഒരു അപകടം ഉണ്ടാകുമ്പോൾ റോഡിൽ ജീവന് വേണ്ടി പിടയുമ്പോൾ പോലും അവനെ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം അത് ഫോണിൽ വീഡിയോ ആക്കി, ഫേസ്ബുക്കിലാക്കി, യൂട്യൂബിലാക്കി, ഇൻസ്റ്റഗ്രാമിലാക്കി അത് മറ്റുള്ള ആളുകളിലേക്ക് പകർത്താനും ഫോർവേഡ് ചെയ്യാനും ശ്രമിക്കുന്ന ഈ ലോകത്ത് കേന്ദ്രം വരെ പറഞ്ഞു, അപകടത്തിൽ പിടയുന്ന ആളുകളെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചാൽ 26 ഉറുപ്പ്യ അങ്ങോട്ട് ഒഴിവാക്കല്ലേ, പേടിക്കല്ലേ, കേസ് പേടിക്കല്ലേ. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ആനുകാലിക പശ്ചാത്തലം നമ്മൾ മറന്നു പോകരുത്. പണ്ടത്തെ മാതിരി തെറ്റ് ചെയ്ത ഒരാളറിയുള്ളിന് മിനിറ്റുകൾ മതി, സെക്കൻഡുകൾ മതി ലോകം അറിയാൻ, ലോകരറിയാൻ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ സത്തറ മുസ്ലിമൻ സത്തറഹു അല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരാൾ ചെയ്യുന്ന തെറ്റ് ഒരാൾ രഹസ്യമാക്കി മറച്ചു വെച്ചാൽ, നമ്മളും തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ? നമ്മളാരും തെറ്റ് ചെയ്യാത്ത ആളുകളാണോ? ആ തെറ്റുകൾ മുഴുവൻ മറച്ചു വെക്കാൻ, മറ്റൊരുത്തന്റെ തെറ്റുകളെ മറച്ചു വെക്കാനും രഹസ്യമാക്കാനും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ തെറ്റും ദുനിയാവിന്റെയും പരലോകത്തിന്റെയും തെറ്റുകൾ മറച്ചു വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത. തെറ്റുകളെ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗങ്ങളുണ്ട്. ഫില്ലദീന ആമനു, വിശ്വാസികളിൽ പോലും ലഹും അദാബുൻ അലീം. തെറ്റുകളെ പ്രചരിപ്പിക്കുന്ന, പ്രസിദ്ധപ്പെടുത്തുന്ന, റീച്ചാക്കുന്ന, വീഡിയോ ആക്കുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ നൂർ എന്ന അധ്യായത്തിലെ 119 ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അപവാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിയ ആ ആയത്തിൽ അല്ലാഹു പറയാ, കഠിനമായ ശിക്ഷയുണ്ട്. വീഡിയോ എടുക്കുമ്പോഴേ ന്യൂജൻ ആലോചിക്കണം, ചിന്തിക്കണം. ഈ ദുനിയാവിന്റെ ശിക്ഷക്കപ്പുറം അള്ളാന്റെ CCTV-യിൽ ഇതെല്ലാം പതിയുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന വീഡിയോ മാത്രമല്ല, ബസ്സിലുണ്ടായിരുന്നു പറഞ്ഞു, ഇതിനപ്പുറമായി അള്ളാഹുവിന്റെ CCTV, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. 2 മലക്കുകൾ രേഖപ്പെടുത്താതെ ഒരു വാക്ക് പോലും നമ്മൾ ഓരോരുത്തരും പറയുന്നില്ല, ചെയ്യുന്നില്ല എന്നുള്ള നഗ്ന സത്യം സഹോദരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഒരു പെണ്ണിനെ കുറിച്ചായാലും ഒരു ആണിനെ കുറിച്ചായാലും അപവാദം പറഞ്ഞാൽ ഇസ്ലാമിന്റെ നയം എന്താ അറിയോ? വല്ലദീന യർമൂനൽ മുഹ്സനാത്തി. പതിവ്രതയായ സ്ത്രീകളെ കുറിച്ച് വിശദീകരണത്തിൽ ആണുങ്ങളായാലും നല്ല ആണുങ്ങളെ കുറിച്ചായാലും പെണ്ണിനെ കുറിച്ചായാലും നിങ്ങൾ അപവാദം പറയുന്നുണ്ടെങ്കിൽ സുമ്മലം യഅ്തു ബി അർബഅത ശുഹദാ. 4 സാക്ഷികളെ നിങ്ങൾ പറയുന്ന വസ്തുതക്ക്, നിങ്ങൾ പറയുന്ന നീചകർമ്മത്തിന് 4 സാക്ഷികളെ ഹാജരാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വജിലിദു 80 ജിൽദ. പറഞ്ചോനെ 80 ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്ന ആയത്ത് ഖുർആനിലുണ്ട് എന്ന് മറന്നു പോകരുത്. ഒരാളെ ചൂണ്ടിക്കാണിച്ച് അപവാദവും കേസുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ 80 അടിക്ക് അർഹതയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ വിശ്വാസികളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല 80 അടി അടിക്കണമെന്ന് മാത്രമല്ല, വലാ തുഖബ്ബിലൂ ലഹും ഷഹാദ. ഒരു സാക്ഷിത്വത്തിനും പിന്നെ അവനെ സ്വീകരിക്കാൻ പാടില്ല. ഓൻ പറഞ്ഞ വാക്കിന് എടുക്കാൻ പാടില്ല. പിന്നെ തോന്നുന്ന പോലെ തോന്നുന്നവരെ കുറിച്ച് രാഷ്ട്രീയമായാലും മതമായാലും നാടായാലും കുടുംബമായാലും വ്യക്തികളായാലും ഒരാളെ കുറിച്ച് തോന്നിയ പോലെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം.
നമുക്ക് തന്നെ പാരയായി വരും. ഷിംജിതയ്ക്ക് പാരയായി വന്നതുപോലെ തന്നെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് സഹോദരങ്ങളെ ഈ ആനുകാലിക പശ്ചാത്തലത്തിൽ നമ്മൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുമ്പത്തമായില്ല, നാലാളെ മുമ്പ് വർത്താനം പറയാൻ എല്ലാവർക്കും പേടിക്കാറും. ഇപ്പൊ അവനാന മൊബൈൽ എടുത്ത് കുത്തി കുറിച്ചാല് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളിലേക്ക് അതങ്ങ് എത്തിപ്പെടാൻ സെക്കൻഡുകൾ മതി. പറഞ്ഞ ആള് മറന്നുണ്ടാവും, പോസ്റ്റോന് മറന്നുണ്ടാകും, ഫോർവേഡ് ചെയ്തതിന് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ മരിച്ചാലും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന കാലത്തോളം അതുണ്ടാക്കുന്ന മുഴുവൻ പ്രത്യാഘാതങ്ങൾക്കും സ്വതക്കത്തും ജാരിയ എന്ന് പറഞ്ഞ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വതക്ക എന്നതുവരെ നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ തെറ്റുകള്, ആ ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ ആരെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടോ, ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചോ, അതിന്റെ മുഴുവൻ പാപത്തിന്റെ ഭാരം നമ്മൾ വഹിക്കേണ്ടി വരുമെന്ന് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കണം. ഒരു പാർക്കിൽ പോയാണ്ട് ഭാര്യക്കും ഭർത്താവിനും ഇരുന്ന് വർത്താനം വരാൻ പറ്റൂല. സദാചാര പോലീസ് വരിക, അല്ലാത്ത കുറെ സംഭവങ്ങളുണ്ട്. പടച്ചോന് ദുനിയാവിൽ ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, നന്ദിയുള്ളതായിട്ട് ജീവിക്കാം, നന്ദി കെട്ടവനായി ജീവിക്കാം. അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൂൾബാറുണ്ട്, അപ്പുറത്ത് കള്ളുചാപ്പുണ്ട്, എങ്ങട്ടാ പോയിട്ട് തീരുമാനിക്കുക. ഇവിടെ ഹലാലായ മാർഗമുണ്ട്, അപ്പുറത്ത് ഹറാമുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാനാണ് നമ്മുടെ ജീവിതം. ആ ജീവിതമാണ് നാളെ പരലോകത്തില് നമ്മുടെ ശാശ്വത ഭവനം. സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹ് അനുവദിച്ചു കൊടുത്ത അതിലാരും സദാചാര പോലീസായി ചമയേണ്ടതില്ല. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നിയമങ്ങളുണ്ട്, നിയമപാലകരുണ്ട്, കോടതികളുണ്ട്. അവരുമായി ബന്ധപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ള ദൗത്യമെന്ന് ഇതേപോലെയുള്ള സംഭവങ്ങൾ നാട്ടിലുണ്ടാകുമ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു നസിയത്ത് വേണം, റീച്ച് മാത്രം പോരാ. ഒരാളുടെ അഭിമാനമാണ് ലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പിച്ച് ചെയ്യുന്നത് എന്ന് മറക്കരുത്. ദുർബല മനസ്കരായിട്ടുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യാൻ അത് കാരണമാകുന്നു എന്നതാണ് വസ്തുത. ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് തന്റെ ജീവൻ അവസാനിപ്പിക്കേണ്ടതല്ല. ലോകം അങ്ങനെയാണ്. നന്മയുടെ കൂടെ നന്മയെ റിപ്പോർട്ട് ചെയ്യാൻ ആളുകൾ കുറച്ചുണ്ടാവുള്ളൂ. നമ്മുടെ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. പരീക്ഷയിൽ തോറ്റെന്ന് വിചാരിച്ച്, പ്രേമിച്ച പെണ്ണിനെ കിട്ടിയില്ല എന്ന് വിചാരിച്ച്, അതല്ലെങ്കിൽ ഭാര്യ വിട്ട് ഓടിപ്പോയി എന്നതുകൊണ്ട്, അതല്ലെങ്കിൽ കച്ചവടം തകർന്നു എന്നതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കലല്ല അതിനുള്ള പരിഹാരം. വീണെടുത്ത് ജയിക്കണം, വീണെടുത്ത് എഴുന്നേറ്റ് ഓടണം, നഷ്ടപ്പെട്ടതിലെ തിരിച്ചെടുക്കണം. തന്നോട് തന്നെ വാശി, തന്നെ സ്നേഹിക്കാൻ താനുള്ളൂ എന്ന് തിരിച്ചറിയണം. ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മാത്രമാണ് അത് ശരിയായി കൊള്ളണമെന്നില്ല. ഒരാൾ അഭിപ്രായം പറഞ്ഞെങ്കിൽ തരും, അവനാണ് കുട്ടിക്ക് കിട്ടാത്ത റാങ്ക് അയലോകത്തെ കുട്ടി കിട്ടുമ്പോ അതെ കൂർപ്പടിച്ചേക്കാറാണ്. ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സായി നമ്മുടെ മനസ്സ് ചുരുങ്ങിയ ലോകം വികസിക്കുന്നു, രാജ്യം വികസിക്കുന്നു, ടൗണുകൾ വികസിക്കുന്നു. വികാസമില്ലാത്തത് നമ്മളെ മനസ്സ് മാത്രം. അങ്ങനെ ചെറുതായ വേറൊരാളെ അക്കമഡേറ്റ് ചെയ്യാൻ, വേറൊരാളെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് നമ്മെ അനുവദിക്കുന്നില്ല. കുടുംബം അനുവദിക്കുന്നില്ല, രാഷ്ട്രീയം അനുവദിക്കുന്നില്ല, സംഘടന അനുവദിക്കുന്നില്ല. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യത്യസ്തത എന്നുള്ളത്, വൈജാത്യം എന്നുള്ളത് അള്ളാഹുവിന്റെ അടയാളമാണ് എന്നും ദൃഷ്ടാന്തമാണെന്ന് ഖുർആൻ പറയുമ്പോൾ ഉൾക്കൊള്ളണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്വഭാവമല്ല, ഉമർ റളിയല്ലാഹുവിന്റെ ഒരു വെട്ട് രണ്ട് കഷ്ണാണ് ഉമർ റളിയല്ലാഹുവിന്റെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവേകത്തോടു കൂടി കാഴ്ചത് രണ്ടാള്. ചിലയിടത്ത് അങ്ങനെ വേണ്ടി വരും, ചിലയിടത്ത് മുണ്ടാന്നാ പറ്റൂല, ചില ആൾക്ക് ആരംഭ ശൂരത്വ ധൈര്യത്വം ഒക്കെ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞൊരു സംഗതിയുണ്ട്,
നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതും നമ്മൾ പ്രചരിപ്പിക്കുന്നതിനും നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിയാണ്. ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല. വല്ല വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നിജസ്ഥിതി സത്യം അറിയാതെ നിങ്ങൾ അത് ഉൾക്കൊള്ളരുത്, നിങ്ങൾ അത് ഫോർവേഡ് ചെയ്യരുത്. നിങ്ങൾ ഖേദിക്കേണ്ടി വരും, വിരല് കടിക്കേണ്ടി വരും, കുറ്റം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. ഞാൻ എന്റെ ഖുതുബയുടെ തുടക്കത്തിൽ കേൾപ്പിച്ച ആയത്ത്, വലാ തഖുഫ് മാ ലൈസ ലക ബിൽ ഇൽമുൻ. നിനക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തിൽ നീ നിലപാടെടുക്കരുത്, നീ ഫോർവേഡ് ചെയ്യരുത്, നീ ലൈക്ക് ചെയ്യരുത്, നീ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കരുത്. വലാ തഖുഫ് മാ ലൈസ ലക ബിൽ ഇൽമുൻ. അറിയാത്തൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുവാദ. നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ഹൃദയവും എല്ലാത്തിനും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പടച്ച തമ്പുരാൻ ചോദ്യം ചെയ്യപ്പെടും. കേട്ടതെന്താണ്, കണ്ടതെന്താണ്, ഫോർവേഡ് ചെയ്തതെന്താണ്, പോസ്റ്റ് ചെയ്തെന്താണ്? ഈ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നാണ് ആനുകാലിക പശ്ചാത്തലത്തിലുള്ള സംഭവ വികാസങ്ങളോട് വിശ്വാസികളായ നമ്മൾ ഉത്ബുദ്ധരാകേണ്ടത്. അള്ളാഹു ഇസ്ലാമിന്റെ യഥാർത്ഥമായ ഇസ്സത്ത് ഉയർത്തിപ്പിടുത്ത് ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും സന്ദർഭവും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.